ഹായ് ഹലോ അസ്സലാമലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് രാവിലെ പറഞ്ഞാൽ 10 മണിയൊക്കെ ആയിക്കണം കേട്ടോ. മീൻ കിട്ടിയിരിക്കണത് മത്തിയാണ്, കുഞ്ഞമ്മത്തിയാണ് കേട്ടോ. അപ്പം അത് മുറിച്ചട്ടെ എഴുതി ഇങ്ങനെ നിൽക്കുകയാണ്. മുറിച്ചണീൻ്റെ അവിടെ തന്നെ കാക്കകൾ, ഭയങ്കര കാക്ക ശല്യം ഉണ്ട് കേട്ടോ. ഇവിടെ ചന്ത ആയതുകൊണ്ടേ അവിടെ ഒരു ആലും ഉണ്ട്, അതുകൊണ്ട് നിറച്ച് കാക്കയാണ്. അങ്ങനെ ഞാൻ മീൻ മുറിച്ചട്ടെ എന്ന് വിചാരിച്ച് മുറ്റത്തിരുന്ന് ഇങ്ങനെ മീൻ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ കുട്ടികൾക്ക് വഴുതനങ്ങ ഉപ്പേരിയും മുട്ട തോരനും ഒക്കെയാണ് കൊടുത്തയച്ചിരിക്കണത്. അപ്പോൾ വഴുതനങ്ങ ഉപ്പേരി അവിടെ ഉണ്ട്, കറിയൊന്നും വെച്ചിട്ടില്ല. അപ്പം മീനോട് കറിയും വെക്കാം, കുറച്ച് മീൻ പൊരിച്ചും ചെയ്യാം എന്നൊക്കെ കരുതിയാണ്ടാട്ടോ. ചോറൊക്കെ വെന്തിക്കണേ. ഇന്ന് മൂടിങ്ങോണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മഴ പെയ്യണമുണ്ട്, അതാണ്ട് വെളിച്ചം വരും, പിന്നെയും അങ്ങനെയൊക്കെയാണ് കേട്ടോ. മീനൊക്കെ ഏകദേശം എല്ലാം മുറിച്ചു. അപ്പം ഒരു കാക്കച്ചി ഇവിടെ വെച്ച് കൂട്ടിനുണ്ട് കേട്ടോ, അവിടെ ഇരിക്കുകയാണ്. ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് കണ്ണ് തെറ്റിയാൽ എടുക്കാന്നില്ല ഇതിൽ നല്ല ഇതിൽ നിൽക്കണ്ട കാക്കച്ചി മുറ്റത്ത് തന്നെ. അപ്പോൾ ഈ മീനാകുമ്പോൾ അകത്ത് വെച്ചാണ്ടൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ തെറിച്ചു. അപ്പം അത് എഴുതി മുറ്റത്ത് കൂടുന്നതാട്ടോ. നോക്കുമ്പോൾ കാക്ക ഒരു സ്വൈരവും തരുന്നില്ല. എന്നും പൂച്ച ഉണ്ടാകില്ല, ഇന്നിപ്പോൾ കാക്കയാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ലൈക്ക് തരാനും മറക്കണ്ട. ഉച്ചക്കത്തെ ചോറൊക്കെ അങ്ങനെ അതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞു. അപ്പം പിന്നെ ഇങ്ങനെ നിരീക്ഷപ്പം ഇപ്പോൾ മദ്രസ ഒന്നുമില്ല, വൈകുന്നേരം മദ്രസ ഇല്ലല്ലോ, വെള്ളിയാഴ്ചയാണ്. വന്നാൽ എന്തെങ്കിലുമൊക്കെ തിന്നേണ്ടി വരും. അപ്പം അപ്പം ഉണ്ടാക്കിയത് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പഴം ഉണ്ടായിരുന്നു, ചെറിയ പഴം കേട്ടോ. എന്നാൽ അതുകൊണ്ടൊരു വെറൈറ്റി ഉണ്ടാക്കാം എഴുതിങ്ങാണ്ട് കുറച്ച് തേങ്ങ ചിരകി അതും അതിക്ക് 2 ഏലക്കായും ഇട്ടുങ്ങാണ്ട് ഒന്നിങ്ങോട്ട് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്തു. പിന്നെ കുറച്ച് മൈദമാവും കുറച്ച് ഗോതമ്പത്തിൻ്റെ മാവ്, ഈ പിന്നെ കയ്യിലുണ്ടല്ലോ, ഇതിൽ 2 കയ്യിൽ മൈദമാവും 1.5 കയ്യിൽ പിന്നെ ഗോതമ്പ് പൊടിയാണ് എടുത്തുക്കണേ. പിന്നെ ഞാൻ അതിലേക്ക് ഇച്ചിരി പഞ്ചസാര, മധുരത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തു. കുറച്ച് സോഡാപ്പൊടി, ഒരു നുള്ള് സോഡാപ്പൊടിയും 1 തരി ഉപ്പും ഇട്ട് കൊടുത്തു കേട്ടോ. എന്താ വെച്ചാൽ ഒന്ന് ഒരു ബാലൻസ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. അതെല്ലാം കൂട്ടി നല്ലോണം ചെറിയ ചൂടിലെ വെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തു കേട്ടോ. പിന്നെ ഞാൻ ചെറിയ പഴം ഒരു 4-5 എടുത്തുങ്ങാണ്ട് തൊലിയൊക്കെ കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞ് എടുത്തുക്കണ്. അത് മിക്സിൻ്റെ ജാറിൽ അങ്ങോട്ട് ഒന്ന് കറക്കിയാലൊക്കെ മതി. ഞാനൊന്ന് ഞൗണ്ടി ഇങ്ങനെ കൈ വെച്ച് ഞൗടിങ്ങാണ്ട് അങ്ങനെ കൂട്ടിയിക്കുക കേട്ടോ. ഈ മിക്സിൻ്റെ ജാറിലിട്ട പറ്റങ്ങോട്ട് ഇതായാൽ ഒരു ഇതുണ്ടാവില്ല എഴുതിങ്ങാണ്ട്. അല്ലെങ്കിൽ തന്നെ ചെറിയ പഴമാകുമ്പോൾ അതിനൊരു ചെറിയ പുളിപ്പ് കാണും, മറ്റേ പഴം പോലെ അല്ലല്ലോ. അത് കുറച്ചേ കൂട്ടിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതെല്ലാം കൂട്ടി നല്ലോണം മിക്സ് ചെയ്ത് അത് കുഴച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ പഴം കൂട്ടി കുഴച്ചത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഇട്ടുള്ളതുകൊണ്ടു ആരും മടിച്ച് നിൽക്കണ്ട. അപ്പം അതാ പിഞ്ചളവില ഉപ്പിട്ടിട്ടുള്ളൂ, കുറഞ്ഞ ഉപ്പേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. മധുരവും കുറച്ചേ ഇട്ടിട്ടുള്ളൂ. 4 മണി ഭയങ്കര മധുരം ഇല്ലതാകുമ്പോൾ നമ്മൾ ചായ കൂട്ടുമ്പോൾ ഒരു മടുപ്പാവും. കുറച്ച് മധുരമായാൽ ഒരു കറുമുറ് പോലെയാണ് ഇട്ടത്. അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കണത്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. ചായക്ക് നല്ല ചൂടിലെ ചായക്ക് കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏലക്കായൻ്റെ അതും ചെറിയൊരു മധുരവും തേങ്ങ, ചെറുതായി ഒരു തേങ്ങ കടിച്ചണതും ഒക്കെ പാടായപ്പോൾ നല്ല ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ലോണം കഴിച്ചത് ഞാൻ കൂട്ടി കുറേ നേരം വെക്കണമൊന്നുമില്ല, അപ്പോഴെപ്പോഴും ഉണ്ടാക്കിയിട്ട് തന്നെയാണ്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ലോണം മുരിഞ്ഞ് വന്നീനു. പിന്നെ എന്തൊക്കെ ഉണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അപ്പോൾ
ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയാണ്. നല്ല വെയിലാണ് എന്ന് പറഞ്ഞാൽ വെയിലാണേനും, ഇടയ്ക്കോരോ മഴ ഉണ്ട്. പക്ഷേ ഭയങ്കര ആവിയാട്ടോ, നല്ല ചൂടുണ്ട്. അപ്പം ഇതാ ഈ 4-5 പഴാട്ടോ ഞാൻ എടുത്തുക്കണേ. ആ കുഴച്ച് വെച്ചിരിക്കും ഞാൻ വട്ടത്തിൽ അരിഞ്ഞു കണ്ടിട്ട് ഒന്നും കൂടി ഞാൻ ഓടി നല്ലോണം എടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ അരിഞ്ഞുകാണ്ട് പിന്നെ ഇവിടെ റബ്ബിൽ ലെവൽ പരിപാടികൾ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പാട്ട് കേൾക്കുന്നുണ്ട്. വോയിസ് കൊടുക്കുമ്പോൾ കേൾക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞില്ല. ഞാൻ ഇവിടെ ഈ അറ്റത്തെ റൂമിലായിരിക്കണ്. നമ്മളെ ഇവിടെ റോഡിൻ്റെ സൈഡായതുകൊണ്ടേ നല്ലോണം കേൾക്കും. അപ്പോൾ അതിനും വേണ്ടി ഞാൻ അകത്ത് കയറി ഇരുന്നിക്കാം കേട്ടോ. പാട്ട് ഇങ്ങനെ ഇടും, അതുകൊണ്ട് കേൾക്കും. അപ്പം അതൊക്കെ കുഴച്ചെടുത്ത് ഇനി നമുക്കിത് ചട്ടി അടുപ്പത്ത് വെച്ചിക്കണമെങ്കിൽ നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കതിങ്ങനെ ഓരോന്ന് ഉരുള അങ്ങനെ ആക്കിയിരിക്കാം കേട്ടോ. കയ്യിലിട്ട് തന്നെ ഞാനിങ്ങനെ ഉരുട്ടിയിട്ട് എടുത്തുക്കണം കേട്ടോ. അങ്ങനെ ആയപ്പോൾ അതിന് ഉരുണ്ട ഷേപ്പ് ഉണ്ട്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കൊടുക്കാം. ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് കോരി വേണമെങ്കിലും ഒക്കെ ഇടാം. പക്ഷെ ഞാനിങ്ങനെ ഉരുട്ടിയായിട്ട് എടുത്തുക്കണം. ഉരുട്ടിങ്ങാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിക്കാണ്. അപ്പം അതിങ്ങനെ വെന്ത് വന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാനും തിന്നാനും ഉണ്ട് രസം. ഉരുണ്ടതായതുകൊണ്ട് വലിയതാക്കിയൊന്നും ഉരുട്ടിയിട്ടില്ല. എൻ്റെ മോളെ പറ്റിച്ചാൻ വേണ്ടിയാണ്. നമുക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ നമ്മൾ നെയ്യപ്പം കുഴിയപ്പം ഒക്കെ ഉണ്ടാക്കണതൊക്കെ ഒന്നും ഇഷ്ടപ്പെടൂല. അപ്പം നമ്മൾ ഷേപ്പുകളൊക്കെ ഓരോന്ന് മാറ്റി ഉണ്ടാക്കി കൊടുത്തിക്കാണ് കേട്ടോ. എന്നാൽ പിന്നെ കുറച്ച് കഴിച്ചോളും. അപ്പം ഇതാ അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉരുട്ടി കണ്ടോ, നല്ല അടിപൊളിയായിക്കണം. നല്ല ബ്രൗൺ കളറായപ്പോൾ ഞാനതും കോരി എടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോളി. ഞാൻ ഒരു പ്രാവശ്യം ഇട്ടത് വെന്തു. ഇനി നമുക്ക് രണ്ടാമത്തെ ഞാൻ അതിൽ ഇട്ടേക്കണ് ഉരുട്ടിയാൻ തന്നെയാണ്. കണ്ടാൽ നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ പിടിച്ചുമ്പോൾ നല്ല കുഴഞ്ഞോണ്ടാണ്. കടിച്ചുമ്പോൾ നമുക്ക് ആ തേങ്ങൻ്റെ അതിങ്ങനെ വരുന്നോണ്ടേ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. 4 മണിക്ക് കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്കും അതൊരു സന്തോഷമാണ്. അവർക്ക് കഴിക്കുമ്പോൾ വിശപ്പ് മാറാനും ആയി. അപ്പം ഇങ്ങനെ ഇതാണ് ഫുള്ള് കേട്ടോ. അത് കണ്ടോ, ഇത്രയാണ് ഉണ്ടാക്കിയത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.